UDF ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. വോട്ടെടുപ്പിന് ശേഷം ചർച്ചകൾ കൂടുതൽ സജീവമായി. UDF തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു UDF കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ച വോട്ടെടുപ്പിന് ശേഷം സജീവമായത്. കെ സുധാകരനാണ് ആദ്യ വെടിപൊട്ടിച്ചത്. KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അദ്ദേഹം അങ്ങനെയായിരുന്നില്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. എല്ലാ വിഭാഗം നേതാക്കളെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവായതുകൊണ്ട് തന്നെ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേര് പറയും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അതിനുശേഷമാണ് കെ സുധാകരൻ കളം മാറി ചവിട്ടിയത്. ഇപ്പോഴിതാ പുതിയ ചർച്ചയും തുടങ്ങി. OC-ക്ക് ശേഷം RC, അതാണ് ഹാഷ്ടാഗ്. OC എന്നാൽ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിക്ക് ശേഷം RC എന്നാൽ രമേശ് ചെന്നിത്തല. സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. OC-ക്ക് ശേഷം RC, കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല, ജനപക്ഷ നേതാവ് എന്നിങ്ങനെയാണ് ഹാഷ്ടാഗ്. അതിനുശേഷം ഒരു വിശദമായ കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. രമേശ് ചെന്നിത്തല ഫാൻസ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. സാമാന്യം ദീർഘമായ പോസ്റ്റ് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായ രമേശ് ചെന്നിത്തല തൻ്റെ 26-ാം വയസ്സു മുതൽ വഹിച്ചിട്ടുള്ള പ്രധാന ഔദ്യോഗിക രാഷ്ട്രീയമായ പദവികൾ താഴെ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതം വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 1982-ൽ തൻ്റെ 26-ാം വയസ്സിൽ അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ 30-ാം വയസ്സിൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2014-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 4 തവണ അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1989, 91, 96, 99 കോട്ടയം, മാവേലിക്കര മണ്ഡലങ്ങളെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. പ്രതിപക്ഷ നേതാവായി 2016-21 അദ്ദേഹം പ്രവർത്തിച്ചു. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ NSUI-യുടെയും പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെയും ദേശീയ അധ്യക്ഷനായി പ്രവർത്തിച്ചു. KPCC പ്രസിഡന്റ് പദവി 2005 മുതൽ 14 വരെ ദീർഘകാലം കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ച ആളാണ് രമേശ് ചെന്നിത്തല എന്ന് ഈ കുറിപ്പിൽ വ്യക്തമായും പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തൻ്റെ 26-ാം വയസ്സിൽ നിയമസഭാംഗമായി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ യാത്ര ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും നിർണായക സാന്നിധ്യമായി തുടരുന്നു. മന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം ഭരണ നിർവഹണത്തിൽ വലിയൊരു പ്ലസ് പോയിന്റാണ്. 4 തവണ MP-ആയും 1-ലധികം തവണ MLA-ആയും പ്രവർത്തിച്ചതിലൂടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷമാണ് കാര്യത്തിലേക്ക് കടക്കുന്നത്. ദീർഘകാലം KPCC പ്രസിഡന്റായിരുന്ന അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവി എന്നത് വലിയ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഒന്നാണ്. ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് പറയപ്പെടേണ്ട ഒരാളുടെ ചില കഴിവുകൾ അവലോകനം ചെയ്തു നോക്കിയാൽ പോലും ശ്രീ രമേശ് ചെന്നിത്തല ഒരു പടി മുന്നിലാണ്. എന്ന് വെച്ചാൽ UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അത് രമേശ് ചെന്നിത്തല എന്നാണ് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു. എന്തൊക്കെയാണ് ഒരു മുഖ്യമന്ത്രിയാകാനുള്ള കഴിവ്, അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇതെല്ലാം സമന്വയിച്ച ഒരു വ്യക്തി രമേശ് ചെന്നിത്തലയാണ് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കുറിപ്പിലൂടെ. ഒന്നാമത്തെ കാര്യം ഭരണനിർവഹണ ശേഷിയാണ്. വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിക്കാനും ഉദ്യോഗസ്ഥ സംവിധാനത്തെ കാര്യക്ഷമമായി നയിക്കാനുമുള്ള കഴിവ് അത്യാവശ്യമാണ്. സങ്കീർണമായ ഫയലുകളിൽ തീരുമാനമെടുക്കാനും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കണം. ആ കഴിവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്. ജനകീയതയും ആശയവിനിമയ ശേഷിയും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അവരോട് ലളിതമായി സംസാരിക്കാനും കഴിയണം. തൻ്റെ സർക്കാരിൻ്റെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മികച്ച പ്രസംഗ ശൈലിയും ആശയവിനിമയ ശേഷിയും അനിവാര്യമാണ്.
പ്രതിസന്ധി പരിഹരിക്കാനുള്ള കഴിവ്, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങിയ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി മുന്നിൽ നിന്ന് നയിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. പെട്ടെന്ന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസിക കരുത്ത് ഇവിടെ പ്രധാനമാണ്. സാമ്പത്തിക അവബോധം, സംസ്ഥാനത്തിന്റെ വരുമാനവും ചെലവും കൃത്യമായി ബാലൻസ് ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താനുമുള്ള സാമ്പത്തിക കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. നിയമസഭാ പരിജ്ഞാനം വളരെ അത്യാവശ്യമാണ്. നിയമസഭയിലെ ചർച്ചകളിൽ കൃത്യമായ മറുപടി നൽകാനും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ വസ്തുതകൾ നിരത്തി നേരിടാനുമുള്ള പാർലമെന്ററി പരിചയം ഒരു മുഖ്യമന്ത്രിക്ക് വലിയ കരുത്താണ്. അത്തരമൊരു കരുത്തില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പ്രവർത്തനത്തിലൂടെ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് നിഷ്പക്ഷതയും നീതിബോധവും. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യമായി കാണാനും നീതി നടപ്പാക്കാനുമുള്ള ആർജവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ മികച്ചൊരു ഭരണാധികാരി, തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ, കരുണയുള്ള മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് മുഖ്യമന്ത്രി പദവിയിൽ തിളങ്ങാൻ സാധിക്കുക. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ തൂക്കി നോക്കിയാലും ശ്രീ രമേശ് ചെന്നിത്തല ഒരു പടി മുന്നിൽ തന്നെ എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. ജോസഫ് പള്ളിപ്പാട് എന്നയാളാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. OC-ക്ക് ശേഷം RC, കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല ജനപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന ചർച്ച, ആ ചർച്ചയിൽ മാധ്യമങ്ങൾ രമേശ് ചെന്നിത്തലയുടെ പേര് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് രമേശ് ചെന്നിത്തലയോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ബന്ധപ്പെട്ടവരോ വലിയ ക്യാമ്പയിനായി ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോഴിതാ കേരളത്തെ നയിക്കാൻ OC-ക്ക് ശേഷം RC എന്ന ഒരു ക്യാമ്പയിൻ തന്നെ, പ്രചാരണം തന്നെ ആരംഭിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി. അത് തുടക്കമായി എന്ന് വെച്ചാൽ UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും. കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളെയും കൂട്ടിയോജിപ്പിക്കുക, അതിനപ്പുറം കേരളത്തിലെ വിവിധ സമുദായ സംഘടനകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന, അതിനപ്പുറത്ത് ഹൈക്കമാൻഡും കേരളത്തിലെ KPCC-യും തമ്മിലൊരു പാലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടും എന്ന കാര്യം സംശയമേ ഇല്ല. അതിന് തുടക്കമാകുകയാണ് ഈ ക്യാമ്പയിനിലൂടെ എന്ന് പറയേണ്ടി വരും.